അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. കിസ്സ തുടങ്ങാം. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കഥ കഴിഞ്ഞ രാത്രി എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് ഓർമ്മയുണ്ടല്ലോ. പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങളിൽ വളർന്ന ബാലനായ യൂസുഫിനെ അസൂയാലുക്കളായ സഹോദരങ്ങൾ ചതിയിലൂടെ ഇരുണ്ട കിണറ്റിലേക്ക് തള്ളിയിടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞു യൂസുഫ് ഈജിപ്തിലെ അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു. പക്ഷേ ഈജിപ്തിലെ മന്ത്രിയുടെ കൊട്ടാരത്തിൽ ആദരവോടെ അദ്ദേഹം വളർന്നു. എന്നാൽ തിന്മയ്ക്ക് വഴങ്ങാതെ നന്മ തെരഞ്ഞെടുത്ത യൂസുഫ് ചെയ്യാത്ത കുറ്റത്തിന് വഞ്ചിക്കപ്പെടുകയും തടവറയിലാക്കപ്പെടുകയും ചെയ്യുന്നു. തടവറയ്ക്കുള്ളിലും അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി മാറുന്നു. വിശ്വാസത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും സഹതടവുകാരെ അദ്ദേഹം പഠിപ്പിക്കുന്നു. കൂടെയുള്ള 2 പേരുടെ സ്വപ്നങ്ങൾക്ക് യൂസുഫ് നബി വ്യാഖ്യാനം നൽകി. അവരിൽ ഒരാൾ മോചിപ്പിക്കപ്പെടുകയും രണ്ടാമൻ വധിക്കപ്പെടുകയും ചെയ്യുന്നു. അതേസമയം ഈജിപ്തിലെ രാജാവിനെ ആർക്കും വിശദീകരിക്കാനാവാത്ത ഒരു സ്വപ്നം അസ്വസ്ഥനാക്കുന്നു. കഥ തുടരട്ടെ. താൻ കണ്ട വിചിത്രവും ഭയാനകവുമായ സ്വപ്നം ഈജിപ്തിലെ രാജാവിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. പുരോഹിതന്മാർക്കോ ജ്യോത്സ്യന്മാർക്കോ ജ്ഞാനികൾക്കോ ആർക്കും തന്നെ അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും പരാജയപ്പെട്ടു. കൊട്ടാരമാകെ അങ്കലാപ്പ് പടർന്നു. ഈ സമയം ഇതിൽ നിന്നെല്ലാം അകലെ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് ക്ഷമയോടെ തടവറയിൽ കഴിയുകയാണ് യൂസുഫ് നബി. മനുഷ്യന്റെ അറിവ് അവസാനിക്കുന്നിടത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാതിൽ അള്ളാഹു തുറക്കുന്നു. മറന്നുപോയ ഒരു വാഗ്ദാനം ഓർമ്മിപ്പിക്കപ്പെടാൻ പോകുന്നു. തടവറയുടെ ഇരുമ്പ് കവാടങ്ങൾ വലിയ ശബ്ദത്തോടെ തുറന്നു. യൂസുഫ് നബി അത് ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ ആ ശബ്ദത്തിന് മറ്റെന്തോ പ്രത്യേകതയുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഇടുങ്ങിയ ഇടനാഴിയിലൂടെ കാൽപെരുമാറ്റങ്ങൾ മുഴങ്ങി. അത് സാധാരണയേക്കാൾ ഉറച്ചതും തിടുക്കമുള്ളതുമായിരുന്നു. കാവൽക്കാർ വണങ്ങി നിന്നു. രാജകൊട്ടാരത്തിൽ നിന്നുള്ള ഒരു ദൂതൻ എത്തിയിരിക്കുന്നു. ദൂതൻ യൂസുഫ് നബിയുടെ ജയിൽമുറിക്ക് മുന്നിൽ നിന്നു. അഴികൾക്കിടയിലൂടെ അദ്ദേഹം തടവുകാരനെ ഒന്ന് നോക്കി. ഒരു നിമിഷം അയാൾ ഒന്നും മിണ്ടിയില്ല. ഇതാണോ ആ മനുഷ്യൻ? ആളുകൾ രഹസ്യമായി സംസാരിക്കാറുള്ള ആ തടവുകാരൻ? സ്വപ്നങ്ങളുടെ ഭാഷ അറിയുന്നവൻ ഇദ്ദേഹമാണോ? ദൂതൻ മനസ്സിൽ ചോദിച്ചു. ഒടുവിൽ അദ്ദേഹം സംസാരിച്ചു. യാക്കൂബിന്റെ മകൻ യൂസുഫ്. അയാളുടെ സ്വരത്തിൽ ഔദ്യോഗികമായ ഗാംഭീര്യവും എന്നാൽ നേരിയൊരു സംശയവും ഉണ്ടായിരുന്നു. ഈജിപ്തിലെ രാജാവിന്റെ കൽപ്പന പ്രകാരം നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. യൂസുഫ് നബി ശാന്തനായി എഴുന്നേറ്റു. വർഷങ്ങളോളം ചങ്ങലകളിൽ കിടന്നിട്ടും അദ്ദേഹത്തിന്റെ ശിരസ് കുനിഞ്ഞിരുന്നില്ല. അനീതിക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തിളക്കം കെടുത്താനും കഴിഞ്ഞില്ല. പറയൂ, യൂസുഫ് നബി സൗമ്യമായി പറഞ്ഞു. എന്നെപ്പോലൊരു തടവുകാരനിൽ നിന്ന് രാജാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? ദൂതനൊന്നും അടിച്ചു. പിന്നെ മറുപടി നൽകി. രാജാവ് ഒരു സ്വപ്നത്താൽ അസ്വസ്ഥനാണ്. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഉലച്ചിരിക്കുന്നു. ഈജിപ്തിലെ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും പണ്ഡിതന്മാരെയും അദ്ദേഹം വിളിച്ചു വരുത്തി. പക്ഷേ ആർക്കും അത് വിശദീകരിക്കാനായില്ല. ഒരിക്കൽ നിന്റെ കൂടെ ഈ ജയിൽമുറി പങ്കിട്ട മദ്യം വിളമ്പുകാരൻ നിന്നെ ഓർക്കുകയും നിന്റെ ഈ കഴിവിനെക്കുറിച്ച് രാജാവിനോട് സംസാരിക്കുകയും ചെയ്തു. യൂസുഫ് നബി ഒരു നിമിഷം കണ്ണുകൾ താഴ്ത്തി. അത് അഹങ്കാരം കൊണ്ടല്ല, പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടായിരുന്നു. നബി പറഞ്ഞു, രാജാവിന്റെ സ്വപ്നം എന്നോട് പറയൂ. ദൂതനൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് സ്വപ്നം വിശദീകരിച്ചു. നെയിൽ നദിക്കരയിലെ ഒരു തോട്ടത്തിൽ രാജാവ് തന്നെ കണ്ടു. അവിടെ കൊഴുത്തുരുണ്ട ആരോഗ്യമുള്ള 7 പശുക്കൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് മെലിഞ്ഞുണങ്ങിയ വിരൂപികളായ 7 പശുക്കൾ വന്നു.